ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് -12 ആണോ ഫീൽസ് ലൈക്ക്. എനിക്ക് വീട്ടിൽ പോണേ. ഇത് ഭയങ്കര തണുപ്പ്. ആ പാലം കയറി ഇറങ്ങിയത് എങ്ങനെയാന്ന് പോലും എനിക്കറിയത്തില്ല. അത്ര ഭയങ്കര സ്നോ നിറഞ്ഞിരിക്കുകയായിരുന്നു. കൈ ഭയങ്കരമായിട്ട് തണുക്കുന്നത്. സഹിക്കാൻ പറ്റാത്ത തണുപ്പ്. ഭയങ്കര സ്നോ. കാലൊക്കെ ഫ്രീസ്. കാണാൻ ഭയങ്കര സുഖ സ്നോ. പക്ഷെ ഇത് അനുഭവിക്കുമ്പോ ഭയങ്കര സുഖ. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിവിടെ ഭയങ്കര സ്നോ ആണ്. സ്നോ വീണുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഞാൻ ക്ലാസ്സിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ക്ലാസ് 1:30-ക്കാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എനിക്ക് 1 മണിക്കൂർ ട്രാവലിംഗ് ടൈം ഉണ്ട് ഇവിടുന്ന് ക്ലാസ്സിന് പോകാനായിട്ട്. സോ അപ്പോൾ ഞാൻ ക്ലാസ്സിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇപ്പോൾ സമയം ഒരു 12 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് -12 ആണോ ഫീൽസ് ലൈക്ക്. ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. ഭയങ്കരമായിട്ട് സ്നോ വീണിട്ടുണ്ട്. ഇതേവരെ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടില്ല. സ്റ്റിൽ സ്നോ വീണോണ്ടിരിക്കുക. അതാണ് ഞാൻ ഈ കൊടയൊക്കെ പിടിച്ച്. അല്ലെങ്കിൽ കണ്ടോ മൊത്തം തലയിലൊക്കെ ആവും. അങ്ങനെ സ്നോ വീണോണ്ടിരിക്കുകയാണ് കേട്ടോ. സ്നോ നമുക്ക് കാണിച്ചു തരാം. ഞാൻ ക്ലാസ്സിൽ പോകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ബസ്സിലിരിക്കുകയാണ്. ഇപ്പോൾ എന്താ പറയുക, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ടാക്സിയിലൊന്നും പോകാനേ പറ്റത്തില്ല. ടാക്സിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് ഫുള്ള് സ്നോ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ടാക്സി പോകുമ്പോൾ ഭയങ്കരമായിട്ട് ആക്സിഡൻറ്റ്സ് ഒക്കെ ഉണ്ടാകാനുള്ള ഭയങ്കര ചാൻസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ബസ്സിൽ പോവാം. ടാക്സിനേക്കാളും കുറച്ചും കൂടി സേഫാണ് ബസ്. അപ്പോൾ ഇത്രയധികം സ്നോ വീണിട്ട് പോലും ഞങ്ങളുടെ ക്ലാസ് ഒന്ന് ക്യാൻസൽ പോലും ചെയ്യുന്നില്ല കേട്ടോ. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. സോ അപ്പം എന്തായാലും പോയി നോക്കട്ടെ എന്താ അവസ്ഥ എന്നൊന്നും അറിയത്തില്ല. നേരത്തെ വിടുമോ ഒന്നും അറിയത്തില്ല. ഇതിൽ കണ്ടോ ഫുള്ള് വെള്ളമൊക്കെ നിറഞ്ഞ് അങ്ങനെ കേട്ടോ നിൽക്കുന്നത്. എല്ലാവരും ബസ്സിൽ കയറിയിട്ടാണ് പോകുന്നത്. ഈ ബസ്സിൽ കുറച്ച് തിരക്ക് കുറവാണ്. കാരണം ഞങ്ങൾ പോണ സ്ഥലം കുറച്ച് ഫാറാണ്. അതുകൊണ്ടാണ് ഈ ബസ്സിൽ ഇത്രയും തിരക്ക് കുറവ്. അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എല്ലാ ബസ്സിലും ഭയങ്കര തിരക്കാണ് കേട്ടോ. പുറത്തേക്കൊന്നും കാണാൻ പറ്റത്തില്ല. അങ്ങനെ സ്നോ ആണ് കണ്ടോ. ഭയങ്കര സ്നോ ആണ്. ഗൈസ്, ഹോസ്പിറ്റലുള്ള സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. സോ ഇനി ഈ ഒരു ബ്രിഡ്ജ് കയറിയിട്ട് വേണം. അപ്പുറത്താണ് ഞങ്ങളുടെ ഹോസ്പിറ്റൽ. അവിടം വരെ ഈ സ്നോയിൽ ഞങ്ങൾ നടന്നു പോകണം. എങ്ങനെ നടക്കാന്നൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെ സ്നോയാണ് ഇവിടെ കണ്ടോ. സ്റ്റെപ്പ് ഫുള്ള് സ്നോ ആയിട്ട് ഇനി ഈ സ്റ്റെപ്പ് ഫുള്ള് കയറണം ആ ബ്രിഡ്ജിലേക്ക് എത്താനായിട്ട്. ഇതെങ്ങനെ കയറാന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കണ്ടോ ഇത് ഭയങ്കര സ്നോ ആണ്. കണ്ടോ നടക്കാൻ പോലും പറ്റുന്നില്ല. ഞങ്ങൾ കാണുന്ന ഹോസ്പിറ്റലിലാണ് എനിക്ക് ക്ലാസ്. കൈയൊക്കെ തണുത്ത് മരവിച്ച് ഭയങ്കര. കാരണം ഈ വണ്ടിയൊന്നും പോവാൻ പറ്റാതെ അവിടെ നിർത്തിയിട്ടേക്കുവാണ്. അത്രയും സ്നോ ആണ് കണ്ടോ. ഞങ്ങളിപ്പോൾ പാലത്തിൻ്റെ മുകളിലുണ്ട്. കൈ ഭയങ്കരമായിട്ട് തണുക്കുന്നത്. ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് വീഡിയോ കൊടുക്കാം. എനിക്ക് വീട്ടിൽ പോണേ. ഇത് ഭയങ്കര തണുപ്പ്. അയ്യോ സഹിക്കാൻ പറ്റത്തില്ല. അത് ഭയങ്കര തണുപ്പ്. സ്റ്റിൽ മഞ്ഞോടെ പെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ ക്ലാസ് ആണെങ്കിൽ താണ്ട് അവിടെ അത്രയും വലിയ പാലം നടന്നിറങ്ങിയിട്ട് വേണം ക്ലാസ്സിൽ വരാനായിട്ട്. കരയാനും പറ്റുന്നില്ല, ചിരിക്കാനും പറ്റത്തില്ല. അങ്ങനൊരവസ്ഥ. സഹിക്കാൻ പറ്റാത്ത തണുപ്പ്. ഭയങ്കര സ്നോ. സ്നോടൊപ്പം തന്നെ കാറ്റുണ്ട്. കാലൊക്കെ ഫ്രീസ്. അയ്യോ എനിക്ക് വീട്ടിൽ പോണേ. ഇത്രയും വർഷം ഞാൻ അവിടെ നിന്നിട്ട് എനിക്ക് ഇങ്ങനെ ഒരു ഫീൽ ഉണ്ടായിട്ടില്ല. ഭയങ്കര തണുപ്പ്. എൻ്റെ പൊന്നേ. മഞ്ഞ ഫുള്ള് സഹിച്ച് വന്നതും പോരെ ഈ കാലം വലിയ സാധനം ഹോസ്പിറ്റലിൽ കയറും വിടണം കേട്ടോ. അങ്ങനെ ഇപ്പോൾ ക്ലാസ്സിൽ എത്തിയിരിക്കുകയാണ്.
ക്ലാസ്സിലേക്ക് എത്തിരിക്കുകയാണെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ട് കാണാം. ക്ലാസ് ഇപ്പോൾ കഴിഞ്ഞുള്ളൂ. ഇപ്പോൾ ഒരു സമയം 3:30 ഒക്കെ ആയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും സ്റ്റിൽ ഇവിടെ സ്നോയെ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, സ്നോ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാറിൻ്റെ അവസ്ഥയൊക്കെ കണ്ടോ, ഫുള്ള് സ്നോ ഐസായി കിടക്കുകയാണ് കേട്ടോ. അതേപോലെ എല്ലാ കാറും ഫുൾ ഐസായി കിടക്കുന്നത് കണ്ടോ. അത്രയധികം തണുപ്പാണ്. ഇപ്പം 4 മണി ആവാറായി ഏകദേശം. എന്നിട്ട് പോലും ഇതേപോലെ സ്നോഫോൾ നിന്നിട്ടില്ല. ഇങ്ങനൊരു ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇവിടെ. ഞങ്ങൾ ക്ലാസ്സിന് വരാൻ വേണ്ടിയിട്ട് അത്രയും തണുത്ത് വരച്ചിട്ടാണ്. കാരണം നമ്മുടെ ഷൂ ഫുള്ള് സ്നോവിലിങ്ങനെ മുങ്ങി നിൽക്കല്ലേ. അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ ഈ കുട മാറ്റി കഴിഞ്ഞപ്പോൾ എൻ്റെ മേത്ത് ഫുള്ള്, ഇപ്പോൾ 2 മിനിറ്റ് ഞാൻ മാറ്റി കഴിഞ്ഞാൽ എൻ്റെ മേത്ത് ഫുള്ള് ക്യാമറയിൽ ഫുള്ള് ഇപ്പോൾ സ്നോ ആവും. അമ്മാതിരി സ്നോഫോളാണ്. സോ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ വീട്ടിൽ പോകണം. എങ്ങനെയെങ്കിലും വീടെത്തിയാൽ മതി എന്ന് വിചാരിച്ചിരിക്കുക. അങ്ങനെ ഇങ്ങോട്ട് ബസ്സിലാണ് വന്നത്. കാരണം ഭയങ്കര ടാക്സിക്കൊക്കെ ഭയങ്കര ചാർജാണ്. അപ്പോൾ ഇനിയിപ്പോൾ തിരിച്ചെന്തായാലും ടാക്സി പോകുന്നതെന്ന് വിചാരിച്ചു. കാരണം ഈ സ്നോഫോളിൽ ബസ്സിൽ പോലും ഒട്ടും പോസിബിൾ അല്ല. ഇങ്ങോട്ട് തന്നെ ആ സ്റ്റെപ്പ് കയറി വന്നത് എങ്ങനെയെന്ന് ഞങ്ങൾക്ക് നല്ലോണം അറിയാം. സോ തിരിച്ചിനിയും അങ്ങനെ പോകുന്നില്ല എന്നാണ് വിചാരിക്കുന്നത്. ഇങ്ങോട്ട് തിരിയുമ്പോഴാണ് കേട്ടോ നല്ല സ്നോഫോൾ ഇങ്ങനെ വീണോണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ്. സോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എന്തായാലും മറക്കരുത്. ഓക്കെ, സോ കൂടുതൽ വിശേഷങ്ങളായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.